അങ്ങനെ ഒതുക്കി എന്നൊരു ധാരണയുണ്ടോ അങ്ങേക്ക്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ CPIM-നകത്ത് വളരെ ചെറുപ്രായത്തിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. 35-ാമത്തെ വയസ്സിൽ ഞാൻ പാർലമെന്റിലേക്ക് ഫൈറ്റ് ചെയ്തു. എന്നെ ഫീൽഡ് ചെയ്യിച്ചു, നാരോ മാർജിനിൽ പരാജയപ്പെട്ടു. എന്നെ കേരളത്തിലെ CPIM-ന്റെ ആര് നിർത്തിയാലും ജയിക്കുന്ന സീറ്റിൽ കൊണ്ടുവന്ന് തന്നെ മത്സരിപ്പിച്ചു. അതൊരു വലിയ അംഗീകാരമല്ലേ എനിക്ക്. 2021 വീണ്ടും ഞാൻ മത്സരിച്ചു. കേരള കണ്ണൂർ ജില്ലയിലെ പാർട്ടി നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരാളെയും ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് അവർക്ക് നൽകാറില്ല. മിനിസ്റ്റർ ഒരു ക്യാബിനറ്റ് പോസ്റ്റിലേക്ക്, ആ ക്യാബിനറ്റിലെ പോസ്റ്റിലേക്ക് പരിഗണിക്കപ്പെട്ട ആളാണ് ഞാൻ. പക്ഷെ പ്രതിപക്ഷം ഫസൽ വധ കേസിൽ ആരോപണ മുനയിൽ നിൽക്കുന്ന ഒരാളാണ് കാര്യരാജൻ. കേസിൽ അദ്ദേഹം കുറ്റവാളിയല്ല. അദ്ദേഹത്തിനോട് എനിക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ആ കുടുംബം അടക്കം പലരും അതിനകത്ത് അദ്ദേഹത്തിനോടൊപ്പം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ആരോപണത്തിന്റെ മുനയിലാണ് അദ്ദേഹം. അരുണിന് കൃത്യമായി നിയമങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലോ. നോ വൺ ഈസ് ഗിൽറ്റി അൺടിൽ ഈസ് ഗിൽറ്റി ഈസ് പ്രൂവ്ഡ്. ഇവിടെ കാരായി രാജൻ കുറ്റാരോപിതൻ മാത്രമാണ്. ഒരാളെയും പ്രതിയാക്കാം. പ്രതിയായതുകൊണ്ട് കുറ്റവാളിയാവുന്നില്ല. കാരായി രാജൻ ആ കേസിനകത്തില്ല എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്, തലശ്ശേരിയിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷെ അതൊരു പ്ലാന്റഡ് ആയ സ്റ്റോറിയാണ്. അതിനകത്ത് തെറ്റായ രീതിയിൽ കാരായി ഇൻക്ലൂഡ് ചെയ്തതാണ്. അതിനെതിരെ ഞങ്ങളിപ്പോ ലീഗൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേട്ടയാടപ്പെട്ടയാളാണോ? ഒരു സംശയമുണ്ട്. കാരായി ഇരയാണ്, ഭരണകൂട ഭീകരതയുടെ ഇരയാണ് കാരായി രാജൻ. റൈറ്റ്. ശരി, മണ്ഡലത്തിലെ കാര്യങ്ങളിലേക്ക് വന്നു. ഇനി അങ്ങേക്ക് ആ പാർലമെന്ററി വ്യാമോഹം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആ വാക്കാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. TK ഗോവിന്ദൻ, G സുധാകരൻ, ഐഷ പോറ്റി. നോക്കൂ, പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന മതസ്ഥാനത്ത് നിന്ന് പാർട്ടി വെല്ലുവിളിക്കുന്ന 3 പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളാക്കിയത് പാർട്ടിയാണ്. TK ഗോവിന്ദൻ മൈനസ് പാർട്ടി 0 ആണ്. G സുധാകരൻ മൈനസ് പാർട്ടി 0 ആണ്. അതുപോലെ തന്നെ ആരൊക്കെയാണോ ഡിഫക്റ്റഡ് ആയി പോയിട്ടുള്ള ആൾക്കാർ, അവരെയൊക്കെ സൃഷ്ടിച്ചത് CPIM ആണ്. അവരുടെ വ്യക്തിപരമായ സംഭാവനകൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് അവരിറങ്ങിപ്പോയത് ശരിയായില്ല. അവർക്ക് അതിലിപ്പോ G സുധാകരനൊക്കെ ഒരുപാട് തവണ കൺസിഡർ ചെയ്യപ്പെട്ട ആളാണ്. ബഹുമാനായ G സുധാകരൻ മന്ത്രിയായിരുന്നു. 2 തവണ മന്ത്രിയായിരുന്നു. 2 തവണ മന്ത്രിയായ കേരളത്തിലെ CPM ലീഡേഴ്സിനെ എടുത്താൽ വളരെ അപൂർവ ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരാളാണ് G സുധാകരൻ. അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ പാർട്ടിയെ വഞ്ചിച്ച് പോകാൻ പാടില്ലായിരുന്നു. TK ഗോവിന്ദനോ? അദ്ദേഹത്തിനും ആ നിയമസഭയിൽ മത്സരിക്കാൻ അവസരം പോലും കിട്ടിയില്ല. ഇപ്പൊ എല്ലാവർക്കും മത്സരത്തിൽ അവസരം കിട്ടുമോ? എത്ര ആളുകൾ മത്സരിക്കാത്ത ആളുകളുണ്ട്. കോടിയേരിയുടെ മുമ്പത്തൊരു ഞാൻ കോട്ട് ചെയ്യാം. 5.5 ലക്ഷം അംഗങ്ങളിൽ 60-ൽ ചൂട് ആൾക്ക് മാത്രമേ CPM കാൻഡിഡേറ്റ് ആവാൻ പറ്റുന്നുള്ളൂ. 12 ആൾക്ക് മന്ത്രിയാവാൻ പറ്റുന്നുള്ളൂ. കുറച്ചു പേർക്ക് MP ആവാൻ പറ്റുന്നുള്ളൂ. അതിനർത്ഥം ഇത്ര ആൾക്കേ യോഗ്യരായുള്ളൂ എന്നല്ല. എത്രയോ ആളുകൾ യോഗ്യരായവരുണ്ട്. പക്ഷെ പല ഘടകങ്ങൾ ഒത്തുവരുമ്പോൾ ചിലർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. ഇവിടെ TK ഗോവിന്ദ മാസ്റ്റർ അവസരം കിട്ടിയില്ല. പക്ഷെ TK ഗോവിന്ദ മാസ്റ്റർ എന്തിനൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. അത് തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും കൊട്ടാരക്കരയിലും ഇമ്പാക്ട് ഉണ്ടാവില്ല എന്നാണോ? ഒരു സംശയവും വേണ്ട. ഡിഫക്ട് ചെയ്ത് പോയവരെ നാളെ അവർ കോൺഗ്രസ് വിടില്ലെന്നെന്താ ഉറപ്പുള്ളത്? കോൺഗ്രസിനകത്ത് വർക്ക് ചെയ്യുന്നു ഇപ്പം TK ഗോവിന്ദ മാഷ്. നാളെ TK ഗോവിന്ദ മാഷ് കോൺഗ്രസിൽ വന്നു, പ്രതീക്ഷ സ്ഥാനം കിട്ടിയില്ല, BJPയിലേക്ക് പോയില്ലെന്ന് ഉറപ്പുള്ളത്? നമ്മുടെ അനുഭവം അതാണല്ലോ. അപ്പൊ ഈ ഒപ്പോർച്യൂണിസ്റ്റുകളെ ഒരു കാരണവശാലും അവസരവാദികളാണ്. അതെ, ഒപ്പോർച്യൂണിസ്റ്റുകൾ. അത് മാത്രമല്ല, ഒപ്പോർച്യൂണിസത്തെ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത്. നോക്കൂ, അങ്ങ് സ്പീക്കർ ആയിട്ടുണ്ട്, അങ്ങ് MLA ആയിട്ടുണ്ട്, അങ്ങ് പാർട്ടിയുടെ സംഘാടക സമിതിയിൽ അങ്ങേക്ക് കിട്ടാവുന്ന സ്ഥാനം കിട്ടണമെന്ന് അങ്ങ് പറയുന്നു. പക്ഷെ അങ്ങ് മന്ത്രിയായിട്ടില്ല. അതും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും മന്ത്രിയാവാൻ പറ്റില്ലല്ലോ. ജില്ലയിൽ നിന്ന് മന്ത്രിമാരെ പരിഗണിക്കപ്പെടുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഘട്ടത്തിലുണ്ട്. ആ ഘട്ടത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെട്ടു. പരിഗണന വരുമ്പോൾ ഓരോ ഫാക്ടേഴ്സ് അല്ലേ. ജോഗ്രഫിക്കൽ നോക്കണം, പാർട്ടി ഹൈറാർക്കി നോക്കണം. പാർട്ടി ഹൈറാർക്കിയും ജോഗ്രഫിയും ഒക്കെ നോക്കിയപ്പോൾ ഉൾപ്പെടുത്തപ്പെട്ടില്ല. അതിന് നിരാശയിരിക്കില്ല. സ്പീക്കർ കാലാവധി ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടോ? ആസ്വദിച്ചിരുന്നു? ഒരു സംശയം വേണ്ട, ഞാൻ നന്നായി ആസ്വദിച്ച. സ്പീക്കർ ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ബീങ് എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ അതൊരു ഒതുക്കലാണെന്നാണ് പറയുക. ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ ആ പദവി നന്നായി ആസ്വദിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എൻജോയ് ചെയ്തു. അതിനകത്ത് എനിക്ക് നല്ല പരിഗണന കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ പദവി ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് എന്റെ ടീമിന്റെ സഹായത്തോടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്പീക്കർ എന്ന നിലയിൽ ഏറ്റവും വെല്ലുവിളി നേരിട്ട നിമിഷം ഏതായിരുന്നു? അത് ചലഞ്ചിങ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും രാവിലെ എത്തിയ അടിയന്തര പ്രമേയം ഒരു ബഹളമാണ്, നിങ്ങൾക്കറിയാലോ. പക്ഷെ പിന്നീട് ഗവൺമെന്റ് അടിയന്തര പ്രമേയം നോട്ടീസ് എന്ന ചർച്ചയ്ക്ക് തയ്യാറായി വന്നു. അപ്പൊ അതുകൊണ്ട് കുറെ സ്മൂത്തായി കാര്യങ്ങൾ പോയി. പൊതുവിൽ എനിക്കൊരു അങ്ങനെ ഒരു പേഴ്സണലായി ചലഞ്ചിങ് ആയ നിമിഷം പലതും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്റെ ഈ ഒരു സ്പീക്കർഷിപ്പ് പീരീഡിൽ അത്തരത്തിലൊരു വലിയ ചലഞ്ചസ് ഒന്നും ഉണ്ടായി. പക്ഷേ സാധാരണ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ കൊമ്പുകോർക്കാറുണ്ടെങ്കിലും ഇക്കുറി ഇത് കുറച്ച് അധികമായിരുന്നു. ഒരിക്കലുമല്ല. പ്രതിപക്ഷ നേതാവ് സ്പീക്കർ എന്ന ചെയറിന് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതൃനിരയിൽ ആളുകളൊക്കെ
ആ പൊസിഷനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇക്കാലം അത്രയും സംസാരിച്ചിട്ടുള്ളത്. ആ റെസ്പെക്ട് ആ ചെയറിനോട് അവർ കാണിച്ചിട്ടുണ്ട്. അവർ ആ ചെയറിനോട് റെസ്പെക്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്.